നമുക്കൊന്ന് ഗോവ വരെ പോയാലോ? നമ്മളിപ്പോൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടുന്ന് സമ്പർക്ക് ക്രാന്തിക്കാണ് ഗോവയിലേക്ക് പോകുന്നത്. സമ്പർക്ക് ക്രാന്തിയുടെ എൻഡ് ടു എൻഡ് വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാരണങ്ങളാൽ പിന്നെ നമുക്ക് ഗോവയിൽ നിന്ന് വേറെടുത്ത് പോകേണ്ടത് കൊണ്ട് നമ്മൾ ഗോവ വരെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:22 ആയിട്ടുണ്ട്. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് സമ്പർക്ക് ക്രാന്തി വരുന്നത്. 12:40 50 ആണ് നമ്മുടെ സമ്പർക്ക് ക്രാന്തി വരേണ്ടത്. പക്ഷെ കുറച്ച് ഏർലിയാണ്, അതുകൊണ്ട് ഇപ്പോൾ തുറവൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 12217 സമ്പർക്ക് ക്രാന്തി എറണാകുളം നോർത്ത് കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചണ്ഡീഗഡിലേക്കാണ് പോകുന്നത്. നമ്മുടെ സമ്പർക്ക് ക്രാന്തി ടോട്ടൽ 3086 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത് എറണാകുളം നോർത്തിൽ നിന്ന് ചണ്ഡീഗഡ് വരെ. പക്ഷെ നമ്മൾ ഇന്ന് ഗോവയിലേക്ക് 927 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. 12:50 നമ്മുടെ സമ്പർക്ക് ക്രാന്തിയുടെ എറണാകുളത്ത് എത്തേണ്ട ടൈം. ഇപ്പം 12:49 ട്രെയിൻ പ്ലാറ്റ്ഫോമിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമ്പർക്ക് ക്രാന്തി പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തേർഡ് AC ആണ്. B4 6 ആണ്. ഓക്കെ, അപ്പുറത്തോട്ട് കയറേണ്ടി വരുമെന്ന് തോന്നി. S4 ആണ് നമ്മുടെ കോച്ച് വരുന്നത്. അങ്ങനെ നമ്മളിതേ സീറ്റിൽ കയറി. നമ്മുടേത് സൈഡ് ലോർ കിട്ടിയില്ല ഗൈസ്, നമുക്ക് ലോവർ ബർത്താണ് കിട്ടിയത്. നമുക്ക് സമ്പർക്ക് ക്രാന്തിക്ക് എറണാകുളം ജംഗ്ഷനിൽ 5 മിനിറ്റാണ് സ്റ്റോപ്പ് വരുന്നത്. ഇതിന് എറണാകുളം ജംഗ്ഷനാണ് സ്റ്റോപ്പ് വരുന്നത്. അതിനുശേഷം തൃശ്ശൂരാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് 509 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇപ്പോൾ 12:58 ആയപ്പോഴത്തേക്കും നമ്മുടെ സമ്പർക്ക് ക്രാന്തി എറണാകുളം ജംഗ്ഷനിനടുത്തേക്കാണ്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തൃശ്ശൂരാണ്. നമുക്ക് ഇന്ന് കൂടെ കുറച്ച് പോലീസുകാരെയാണ് കിട്ടിയിരിക്കുന്നത്. ഐ ആം സോ ഹാപ്പി. അപ്പോൾ ഇനി നമ്മുടെ ഈ സമ്പർക്ക് ക്രാന്തിക്ക് എറണാകുളം വിട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ, ഷൊർണൂർ ജംഗ്ഷന്, തിരൂര്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂരു ജംഗ്ഷൻ, ഉടുപ്പി, പിന്നെ മഡ്ഗോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എറണാകുളം ടു മഡ്ഗോ വരെയുള്ള സ്റ്റോപ്സ് വരുന്നത്. അപ്പുറത്ത് എറണാകുളം വേളാങ്കണ്ണി ഉണ്ട്, വേളാങ്കണ്ണി കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ ട്രിവാൻഡ്രം നോർത്തിലാണുള്ളത്. നമുക്ക് വാഷ്റൂമിൻ്റെ ഒക്കെ പോലെ എന്താണെന്ന് നോക്കാം. ഇതിലാളുണ്ട്, ഇതിലും ആളുണ്ട്. അല്ല, ഇതിലാളില്ല. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. മൊത്തം നശിപ്പിച്ച് ഭയങ്കര വൃത്തിയിടുന്നുണ്ട്. ഭയങ്കര സ്മെല്ലുണ്ട്. കംപ്ലൈൻറ്റ് ചെയ്താൽ അത് ക്ലിയർ ആക്കുമായിരിക്കും. അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. ബാത്റൂം ഒരു രക്ഷയില്ല, ഭയങ്കര സ്മെല്ല്. നമ്മൾ നോർത്തിൽ പോകുമ്പോൾ അത്രയും വൃത്തികേടില്ലെങ്കിലും നല്ല സ്മെല്ലുണ്ട്. എന്നാലും നമ്മൾ കൊച്ചുവേളിയിൽ നിർത്തതേ ഉള്ളൂ. കൊച്ചുവേളിയിൽ നിന്ന് എറണാകുളം എത്താനായിട്ട് ആകെ 4 സ്റ്റോപ്പാണ് വരുന്നത്. കൊല്ലം, കായംകുളം, ആലപ്പുഴ, അത് കഴിഞ്ഞ് എറണാകുളം. ഈ 4 സ്റ്റോപ്പിലാണ് ഇത്രയും ബാത്റൂം മോശമായിരിക്കുന്നത്. എറണാകുളം ടൗൺ പാസ് ചെയ്തു പോവാണ്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അപ്പോൾ നമ്മളിത് എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തു പോവാണ്. സ്ലോ ആയിട്ടുണ്ട്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്സും എയർക്കെയാണോ കിടപ്പുണ്ട്. അപ്പുറത്ത് നേത്രാവതിയാണേ പോകുന്നത്. ട്രിവാൻഡ്രം ലോകമാന്യത്തിലേക്ക് നേത്രാവതി. ആലുവ, ഗാന്ധിധാം എക്സ്പ്രസ് ആണ് പോകുന്നത്. നമ്മളിപ്പം ട്രിവാൻഡ്രം നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്താറായി. 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അതെ, ഗാന്ധിധാമാണ് പോയത്. തൃശ്ശൂർ റെയിൽവേ ട്രാവൽ വിത്ത് ഹൃദു. നമ്മളിപ്പോൾ വന്ന ട്രെയിനിൽ, നമ്മുടെ ഈ ട്രെയിനിൽ നമ്മുടെ കൂടെ 2 പോലീസ് സാറുമാരും 2 പ്രതിയായിട്ടുള്ള 2 ചേട്ടന്മാരും. ചെറിയ അടിപിടി കേസാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ചിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇപ്പോൾ പറയാണ്, ഞങ്ങൾ വലിയ കുറ്റക്കാരത്തല്ല, ചെറിയ അടിപിടി കേസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റ എല്ലാവരും ടാറ്റ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അതിൽ കൊള്ളയായിരുന്നു. ഇവിടെ തൃശ്ശൂർ വരെ വന്നത് അറിഞ്ഞില്ല, അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ തൃശ്ശൂർ എത്തി. ഇവിടെ ഒരു 1 or 2 മിനിറ്റ് ഹോൾട്ടേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഹോൾട്ടിൻ്റെ കാര്യം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്, എങ്ങനെയാണ് അറിയുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിബു എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹോൾട്ട് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വേർ ഈസ് മൈ ട്രെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ 2:09 സ്റ്റോപ്പ് വരുന്നത്, 2:12 എടുക്കുള്ളൂ. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, 10 വരുന്നത് 3 മിനിറ്റ് സ്റ്റോപ്പാണ് നമുക്ക് തൃശ്ശൂരിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ സ്റ്റേഷനിലും അങ്ങനെ ഷൊർണൂർ വരുന്നത് 5 മിനിറ്റ് സ്റ്റോപ്പ് വരുന്നുണ്ട്. എറണാകുളം ആണെങ്കിലും നമുക്കൊരു 5 മിനിറ്റ് സ്റ്റോപ്പ് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ വേർ ഈസ് മൈ ട്രെയിൻ ആണ് കേട്ടോ നമ്മൾ ഹോൾട്ടിൻ്റെ എങ്ങനെയാണ്, എത്ര മിനിറ്റാണ് ഹോൾട്ട് വരുന്നതെന്ന് നോക്കുന്നത്.
അത് നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ രേസ്മ ട്രെയിനിൽ കിട്ടും. എത്ര കിലോമീറ്ററാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റേഷനിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റേഷനാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഏകദേശം 9 മിനിറ്റ് ലേറ്റോടു കൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും തൃശ്ശൂരിൽ നിന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഷൊർണൂരാണ്. നമ്മളങ്ങനെ ഭാരതപ്പുഴയാണ് ഇത് പാസ് ചെയ്ത് പോവാണ്. എറണാകുളം KSR ബാംഗ്ലൂരാണ്. നമ്മൾ എറണാകുളം KSR ബാംഗ്ലൂർ ട്രെയിനിനാണ് ആദ്യമൊക്കെ കാണാൻ കോയമ്പത്തൂർ പോയത്. KSR ബാംഗ്ലൂർ ഷൊർണൂർ ടച്ച് ചെയ്യാതെ പോയതുകൊണ്ട് ആ റൂട്ടാണ് പോകുന്നത്. നമ്മളിത് ഈ റൂട്ടാണ് പോകുന്നത്, ഷൊർണൂരിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ നിന്ന് വരുന്ന ട്രെയിനിന് ഷൊർണൂർ ടച്ച് ചെയ്യണമെങ്കിൽ അവിടെ ട്രാക്ക് ഉണ്ട്, അതുവഴി വന്ന് ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ ജംഗ്ഷൻ. നമ്മൾ ഐ തിങ്ക് പ്ലാറ്റ്ഫോം നമ്പർ 7 ആണെന്ന് തോന്നുന്നു. 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വന്നേക്കുന്നതെന്നാണ് തോന്നുന്നത്. കയറാനായിട്ടുണ്ട്, ഒരുപാട് ആള് കയറാനായിട്ടുണ്ട്. ഫുൾ S4 കംപ്ലീറ്റ് ആവുന്നത്, ഇത് ഫുള്ള് കാലിയായിരുന്നു. S4 ഫുള്ള് കാലിയായിരുന്നു. ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് ഫുള്ളാവുന്നെന്ന് തോന്നുന്നു. ഒരുപാട് ആൾ കയറാനുണ്ട്. ഇവിടെ ഒരു 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട്, അതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലും ഉണ്ട്, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. അതൊരു അടിപൊളി സംഭവമായിട്ട്. കാരണം ഈ 7ാമത്തെ പ്ലാറ്റ്ഫോമിലും ഉണ്ട്, പിന്നെ 4ഉം 5ഉം ആയിട്ടുള്ള ആ പ്ലാറ്റ്ഫോമിലും ഉണ്ട്, അതിന് മുമ്പത്തെ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. അതൊരു അടിപൊളി പരിപാടിയായിട്ട് നീ ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ സമയം 3:10. നമ്മുടെ ഷൊർണൂരിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തേക്കാണ്. ഇവിടെ എല്ലാം സ്റ്റേഷൻ പണിയുടെ പരിപാടി നടക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം പൊളിച്ചിട്ടേക്കാണ്. മിക്ക സ്റ്റേഷനും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് പാക്ഡായി. അതുകൊണ്ട് ചൂടും അതിനനുസരിച്ച് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. നമ്മൾ തൃശ്ശൂർ വരെ നമ്മുടെ കേരള പോലീസ് ആയിരുന്നു. സേഫായിരുന്നു, സെറ്റായിരുന്നു. അതിലും സേഫാണ്, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അല്ലേ, കുറച്ചൊക്കെ സേഫ് അല്ലെങ്കിലും നമുക്ക് സേഫ് ആക്കാൻ പറ്റുന്നത്. ഇപ്പം ട്രെയിനിൻ്റെ സെറ്റപ്പ് അങ്ങ് മാറി. നമ്മുടെ ഇപ്പം കയറിക്കുന്നത് മോസ്റ്റ് ഓഫ് എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ സൈഡിൽ അവരുടെ അപ്പുറത്തെ സൈഡ് അപ്പുറത്തുണ്ട്, അതിൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ കാണിക്കുമായിരുന്നു. സീറ്റിൽ അടുക്കി 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 ചെരുപ്പ് വെച്ചേക്കാണ്. സൈഡ് അപ്പറിൽ അടുക്കി അടുക്കി ചെരുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആയേക്കാണ്. ഇതും അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ നമ്മളിപ്പോൾ വന്നേക്കുന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അല്ല, നമ്മളിപ്പോൾ വന്നേക്കുന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. സോറി, നമ്മളിപ്പോൾ വന്നേക്കുന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ നേരത്തെ ഒരു വട്ടം ഈ ഒരു സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റേഷനാണ്. ഇവിടെയും ജസ്റ്റ് 2 മിനിറ്റ് ഹോൾട്ടേ വരുന്നുള്ളൂ. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടിൽ നമുക്കൊരു പാഴ്സൽ വരാറുണ്ട്, അതെന്താണെന്ന് നോക്കാം. അങ്ങനെ കറക്റ്റ് 2 മിനിറ്റിന് ഹോൾട്ടിന് ശേഷം നമ്മുടെ സമ്പർക്ക് ക്രാന്തി തിരൂർ റെയിൽവേ സ്റ്റേഷൻ എടുത്തേക്കാണ്. ഇപ്പോൾ സമയം 3:52 ആയിട്ടുണ്ട്. നമ്മളിവിടുന്ന് എടുത്തേക്കാണ്. ഇപ്പം 4:20 ആകുമ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോട് എത്തുക. പിന്നെ 5:52 കണ്ണൂർ വരുന്നത്, 7 മണിക്കാണ് കാസർഗോഡ് വരുന്നത്, 8:05 മാംഗ്ലൂരു ജംഗ്ഷൻ, 9:20 ഉടുപ്പി, അതിനുശേഷം 1:05 മഡ്ഗോവ. നമ്മളിത് കല്ലായി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനായി. അടുത്തത് എന്ന് വെച്ചാൽ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിന് ശേഷം കോഴിക്കോടാണ് വരുന്നത്. കോഴിക്കോടിന് മുമ്പായിട്ടുള്ളൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. അതേപോലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന പാഴ്സൽ നമുക്ക് വാങ്ങാൻ പോകേണ്ടിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത്, ഓറഞ്ച് വന്ദേ ഭാരതാണ് പോകുന്നത്. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്.
നമുക്ക് നമ്മുടെ പാഴ്സൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ടൊന്ന് പുറത്തു പോയത്. ആളുകൾ നിൽക്കണം, നിപ്പ് കൊണ്ട് എൻ്റെ ഭഗവാനെ, ദിസ് ഈസ് എ റിസ്കി പണി. ഇവിടെ സ്റ്റേഷനിൽ പോയി നോക്കട്ടെ. വേണ്ട, നല്ല ആളുണ്ട്, എന്താ ചെയ്യണ്ടേ. സീറ്റിൽ കൊണ്ടുതരും എന്നാണ് പറഞ്ഞത്, സീറ്റിൽ കൊണ്ടുതരാമെന്നാണ് പറഞ്ഞത്. ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ എത്തിയേക്കാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ പാക്ക്. ഇതാണ് ട്രാവൽ എസൻഷ്യൽ റെയിൽ ഹൈജീൻ കിറ്റ്. ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം. ഒരു ടൂത്ത് ബ്രഷ് ഉണ്ട്, വെറ്റ് പൈപ്സ് ഉണ്ട്, ടോയ്ലറ്റ് സീറ്റ് കവർ ഉണ്ട്, ഫേസ് മാസ്ക് ഉണ്ട്, കട്ട്ലറി കിറ്റ് ഉണ്ട്, ടാബ്ലറ്റ് പേസ്റ്റ് ഉണ്ട്, പിന്നെന്താണ് വെറ്റ് ടവൽ ഉണ്ട്, പേപ്പർ സോപ്പ് ഉണ്ട്, മിനി സാനിറ്റൈസർ ഉണ്ട്, കോട്ടൺ പൗച്ച് ഉണ്ട്. അങ്ങനെ ട്രാവൽ പ്ലേ പാക്കാണ് ഇത് ഫുള്ളി വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു സാധനം ഉണ്ട്. ഇതെന്താണെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് പ്ലേ കൊടുത്തിട്ടുണ്ട്. എന്താണോ എന്തോ, ഭയങ്കര അഫോർഡബിളും അതേപോലെ യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റമാണ് ഇത്. സോ ഈ ഒരു ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാവലിന് പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിന് 149 റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ. 149 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടിപൊളി സാധനമാണ്. കാരണം നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വൺ ടൈം യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനങ്ങളായിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുന്നത് ഞാൻ മോർണിംഗിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ ചെറിയൊരു ഹോൾട്ട്, ഒരു 5 മിനിറ്റിന് ഹോൾട്ടിന് ശേഷം നമ്മുടെ സമ്പർക്ക് ക്രാന്തി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തേക്കാണ്. അപ്പുറത്തെ സൈഡിൽ കടലാണ് വരുന്നത്. നമുക്ക് ആ ഒരു വ്യൂ കിട്ടണില്ല, എന്നാലും ഉള്ള വ്യൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ മുമ്പ് വാഷ്റൂം നോക്കിയില്ലായിരുന്നു. വാഷ്റൂം തീരെ കൊണ്ടില്ല. അതിൻ്റെ ഫ്ലഷിൻ്റെ ബട്ടണും കാര്യങ്ങളും എല്ലാം കംപ്ലൈൻ്റ് ആണ്. ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ സമ്പർക്ക് ക്രാന്തിനെ പറ്റി നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം നല്ല ട്രെയിനാണെന്ന് പല വ്ലോഗിലും കമൻറ്റിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം ട്രിവാൻഡ്രത്തുനിന്ന് എടുത്തതേ ഉള്ളൂ, കണ്ണൂരാവുന്നതേ ഉള്ളൂ. ഈവൻ അതിനു മുമ്പ് തന്നെ ഈ ബാത്റൂമിൻ്റെ ഫ്ലഷ് കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മൾ അവസാനം അങ്ങനെ ഇച്ചിരി റേറ്റ് കൂടിയ ഹോട്ടൽ ഗോവയിൽ ബുക്ക് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മളെ ഹോട്ടൽ തരാമെന്ന് പറഞ്ഞൊരു റൂം തരാമെന്ന് പറഞ്ഞൊരു പറ്റിച്ചവർ കാരണം നമുക്ക് ഞാൻ ഇന്നലെ അവർ വിളിച്ചു. അപ്പോൾ ഒരു റൂമുണ്ട്, ബുക്കിംഗ് ചെയ്യണമെങ്കിൽ ഇന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. 1500 ഫോർ 1 ഡേ എന്നാണ് പറഞ്ഞത്. ബട്ട് ഇന്ന് വിളിച്ച് പോരേ ബുക്കായി. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞ റൂമുണ്ടായിരുന്നു. അത് ഇന്നലെയല്ലേ. ഞാൻ പറഞ്ഞ് എനിക്ക് തരാമെന്ന് പറഞ്ഞത്. അത് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ തരാമെന്നാണ് പറഞ്ഞത്. അപ്പടിയാണ് ഇത് മഞ്ഞ കോളാമ്പി. നല്ല രസമില്ലേ? കോളാമ്പി പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന കാണാൻ നല്ല രസമില്ലേ? തലശ്ശേരിയിൽ സ്റ്റോപ്പ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ അവസാനം തലശ്ശേരിയിൽ വെച്ചെത്തിയെങ്കിലും നമ്മൾ ഇപ്പോൾ കണ്ണൂരത്തേക്കാണ്. അത് എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ആസ് യൂഷ്വൽ അപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം. ആ സൈഡിലാണ് പ്ലാറ്റ്ഫോം വരുന്നത്. നമുക്കിത് ഇപ്പോഴത്തേതോ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് 3 മിനിറ്റ് ഹോൾട്ട് വരുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് 5:59 ആയപ്പോഴത്തേക്കും നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അലപ്പുണ്ട് ട്രെയിനിനകത്ത്, നല്ല അലപ്പ്. എനിക്ക് ഭയങ്കര ഒച്ചത്തിലാണ് സംസാരിക്കേണ്ടി വരുന്നത്, കാരണം വോയിസ് കിട്ടില്ലല്ലോ. ഇവിടെ കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് പിള്ളേരാണ്. ടൂർ വന്ന പിള്ളേരാണെന്നാണ് തോന്നുന്നത്. സ്കൂളിൽ നിന്ന് വന്നതാണോ എനിക്കറിയില്ല. ഹിമാചലിൽ നിന്ന് ഷൊർണൂർക്ക് വന്നിട്ട് ഷൊർണൂരിൽ നിന്ന് ഇവർ ഗോവയ്ക്ക് പോവാണ്. ഭയങ്കര എളുപ്പം. എന്നാലും നമ്മൾ ട്രെയിനിൻ്റെ കണ്ണൂരിൽ നിന്ന് എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് കാസർഗോഡാണ്. അതൊരു 7:15 ആകുമ്പോഴത്തേക്കും, 7:10 ആ ഒരു ടൈം, 7:03 ടൈം. എന്നാലും 7:05 7:10 ആകുമ്പോഴത്തേക്കും എത്തായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ റോഡിലെ ഫസ്റ്റ് ഗുഹ കഴിഞ്ഞേക്കാണ്. ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ ഗുഹകളുണ്ടാവും. മട്ടുഗുഹ വരെ കുറവാണ്, പക്ഷെ അതിനുശേഷമാണ് കൂടുതലും ഗുഹകൾ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗുഹ കഴിഞ്ഞു. ഇരുട്ടായതുകൊണ്ട് എടുത്തിട്ടും കാര്യമില്ല. ഇതാണ്
കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 2 മിനിറ്റാണ് നമ്മുടെ സമ്പർക്രാന്തിക്ക് ഹോൾട്ട് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് മാംഗ്ലൂരു ജംഗ്ഷനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഗോവ എത്താനായിട്ട് വെറും 2 സ്റ്റോപ്സ് മാത്രമേ ഉള്ളൂ, മാംഗ്ലൂരു ജംഗ്ഷനും ഉടുപ്പി. കറക്റ്റ് 2 മിനിറ്റ് ആയപ്പോഴത്തേക്കും കാസർഗോഡ് നിന്നും നമ്മുടെ ട്രെയിൻ എടുത്തേക്കാണ്. ഇനിയിപ്പോൾ ഇതിനടുത്ത സ്റ്റോപ്പ് ഞാൻ പറഞ്ഞത് മാംഗ്ലൂരു ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇരുട്ടാണ്, ഇരുട്ടത്ത് എന്തെങ്കിലും കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. എന്തായാലും ഉറങ്ങാനായിട്ടുള്ള പ്ലാനില്ല, ചെന്നിട്ട് ഉറങ്ങാം എന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. അവിടെ ഇപ്പം എല്ലാവരും, പിന്നെ നമ്മുടെ ഇപ്പം ഈ കൂടെ വന്നേക്കുന്ന ആൾക്കാരില്ലേ എന്ന് വെച്ചാൽ അത് ഷൊർണൂരിൽ നിന്ന് കയറിയ ആൾക്കാർ, അവരും ഗോവയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലോവർ ബർത്ത് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി അവർക്ക് കിടക്കണമെങ്കിൽ നമുക്ക് എന്തായാലും കിടക്കേണ്ടി വരും, ഇല്ലാത്ത പക്ഷം നമുക്ക് കുഴപ്പമില്ല. നമ്മളിതേ മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് എത്തിയേക്കാണ്. മാംഗ്ലൂരു ജംഗ്ഷൻ കഴിഞ്ഞാൽ വന്നാൽ കിട്ടിയിലും വലിയൊരു ഗുഹയുണ്ട്. ഇരുട്ടായതുകൊണ്ട് ഒബ്വിയസ്ലി എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ ഇതേ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കണ്ടോ. അപ്പോൾ 5 മിനിറ്റ് ലേറ്റോട് കൂടി ഉടുപ്പി സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ സമ്പർക്രാന്തി എടുത്തേക്കാണ്. ഇനിയിപ്പം സ്ട്രെയിറ്റ് ടു ഗോവ. അപ്പോൾ ഇപ്പോൾ സമയം 12:30. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗോവ എത്താറായി. നമ്മളങ്ങനെ അരമണിക്കൂർ ലേറ്റോട് കൂടി, അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 33 മിനിറ്റ് ലേറ്റോട് കൂടിയാണ് മഡ്ഗാവിൽ എത്തിയേക്കുന്നത്. ഈ ട്രെയിൻ സ്റ്റേഷനിലോട്ട് കയറുന്നതേ ഉള്ളേ. ഇവിടെ ഒരു 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടുന്ന് ബോർഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് ഇന്ന് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് റൂമിലോട്ട് പോവാം. ഇവിടുന്ന് റൂം ഒരു 900 മീറ്റേഴ്സ് അങ്ങാണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഊബറും ഓട്ടോയും ഒന്നും വിളിക്കുന്നില്ല. ഇവിടെ ഊബറൊന്നും ഇല്ല കേട്ടോ. ഓട്ടോയ്ക്ക് ഈ 900 മീറ്റേഴ്സിന് അവന്മാർ 200, 300, 400 രൂപയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നടന്നു പോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. ലേറ്റ് നൈറ്റ് ആണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നടന്നു പോവാം. ഇതുവഴി കയറി പോവാം. ആക്ച്വലി ഞാൻ ആദ്യം ബുക്ക് ചെയ്യാൻ നോക്കിയതാണ് 900 മീറ്റേഴ്സ്. ഇത് 400 മീറ്റേഴ്സേ ഉള്ളൂ. ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ 400 മീറ്റേഴ്സേ ഉള്ളൂ. സുഖമായിട്ട് പോവാം, കുഴപ്പമില്ല. ഇത് കയറി സംഭവത്തിലെത്തിയാൽ നമുക്ക് ഡയറക്റ്റ് പുറകിലോട്ട് ഇറങ്ങാൻ പറ്റും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ കേരളം വിട്ട് കഴിഞ്ഞാൽ മിക്ക സ്ഥലത്തും ഇപ്പോഴത്തെ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. സ്റ്റേഴ്സ് നോർമലി കുറവാണ്, ഉണ്ടാവും പക്ഷെ കുറവാണ്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഗ്ലാസ് ആണ്. നമ്മുടെ അവിടെയൊക്കെ ഗ്രില്ലല്ലേ, പക്ഷെ ഇവിടെ ഫുള്ള് ഗ്ലാസ് ആണ്. കൊള്ളല്ലേ. ഇവന്മാര് ചീനാണല്ലോ ദൈവമേ, കടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. നോക്ക് നോക്ക് നോക്ക്. നിങ്ങളോട് ഞാൻ പറയും, നിങ്ങൾ ഈ റിസ്ക് എടുക്കരുത്. പേടിച്ചു പോയി, ആര് പേടിച്ചു പോയി. ഇവിടെ നിന്ന് ഒരു 350 മീറ്റർ ഉള്ളൂ കേട്ടോ. എന്തൊരു കുഴയത്. നമ്മൾ അവസാനം നമ്മുടെ ബുക്ക് ചെയ്ത ഹോട്ടലിനടുത്ത് എത്തിയേക്കാണ്. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ, പക്ഷെ ഇച്ചിരി ഓവർ ബഡ്ജറ്റാണ്. കുഴപ്പമില്ല, ബാത്റൂം കൊള്ളാം. റൂം വലിയ സുഖമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്, നമ്മൾ എറണാകുളം ടു ഗോവ വരെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഇൻക്ലൂഡിങ് റൂമും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ റൂമിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. റൂം ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണ്. നമ്മളിവിടെ വിളിച്ച് ചോദിക്കുമ്പോൾ 2000 രൂപയാണ് പറയുന്നത്. 2000 രൂപയ്ക്ക് ഈ റൂം വേർത്തല്ല. ഞാൻ മേക്ക് മൈ ട്രിപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. അതും വേറെ നമ്പറിൽ നിന്ന് എടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടിയിട്ടാണ് 1600 പ്ലസ് GSTക്കാണ് കിട്ടിയത്. നഷ്ടമാണ്, ബട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ഇത്രയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. ടാറ്റാ.